നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് വരികയാണെങ്കിൽ പലപ്പോഴും അക്കോമഡേഷനായിട്ടൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലായിട്ടൊരു നല്ല അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് പോഡ് ഹോട്ടൽ. നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ചേർന്നിരിക്കുന്ന മെട്രോയുടെ അണ്ടറിൽ വരുന്ന റൂംസാണ് പോഡ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ വന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടെ വെളിയിലേക്ക് ഇറങ്ങി അജ്മീർ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റിൽ വരുമ്പോഴത്തേക്ക് ഇത് കാണാൻ പറ്റും. നേരെ നടന്ന് ഇങ്ങോട്ട് വരിക. ഓൺലൈനായിട്ട് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് വലിയ ബോർഡ്, ഈ ബോർഡ് ഡിസ്പ്ലേ ബോർഡ് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും, പോഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നല്ല ഈ സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് ചെല്ലുക. അവിടെ അടിപൊളിയായിട്ട് റിസപ്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ കാഴ്ചകളെന്നുള്ള കാര്യം കാണിക്കാം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ പടി കയറി മുകളിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ന്യൂഡൽഹി സ്റ്റേഷൻ്റെ അജ്മീർ ഗേറ്റിൻ്റെ സൈഡിലെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെക്കിങ് പോയിൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം, വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കാണാം. നമ്മൾ നേരെ അകത്തേക്ക് പോവാണ്, റിസപ്ഷൻ്റെ ഏരിയയിലേക്ക് പോവാണ്. ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ. 2 സൈഡിലായിട്ട് റിസപ്ഷനുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 2 സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. അത് കാണിച്ചു തരാം. കയറി ചെല്ലുമ്പോഴുള്ള റൂമുകളുടെ കാഴ്ചകളാണ്. ഇതെല്ലാമാണ് റൂമുകൾ. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ഈ സൈഡിലെ റൂമുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ. നമുക്ക് പല കാറ്റഗറിയിലുള്ള ഡോർമെറ്ററി ഉണ്ട്, അല്ലാതെ ഉള്ള അക്കോമഡേഷൻ ഉണ്ട്. പല ടൈപ്പിലുള്ള പല വെറൈറ്റിയിലുള്ള ഇഷ്ടംപോലെ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. റേറ്റും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അവർലി സ്റ്റേ അവൈലബിൾ ആണ്. ഇപ്പോൾ 4 മണിക്കൂർ സ്റ്റേ ചെയ്യണം. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഇപ്പം ഡൽഹിയിൽ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോകണം, ഒരു 5 മണിക്കൂർ ഉണ്ട്. ആ സമയത്തൊന്ന് ഫ്രഷപ്പ് ആണ്, ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ അപ്പോഴിതാ ഇവിടെ വന്ന് നേരെ റൂം എടുക്കാം. 4 മണിക്കൂറുണ്ട്, 8 മണിക്കൂറുണ്ട്, പിന്നെ ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ട്. അങ്ങനെ 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷനെ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് അക്കോമഡേഷൻ ഏരിയയുടെ മനോഹരമായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. 2 സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസാണ്. ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ലേഡീസിൻ്റെ ട്രാവലേഴ്സ് ആണെങ്കിൽ പോലും പേടിക്കാനില്ല. നേരെ ലേഡീസിൻ്റെ ഡോർമെറ്ററി ബുക്ക് ചെയ്യുക, അവിടേക്ക് താമസിക്കാം. ഇനി അല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് റൂം വേണം, സിംഗിളായിട്ട് വരികയാണെങ്കിൽ പോലും പ്രൈവറ്റ് റൂം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വളരെ സേഫായിട്ടുള്ള അക്കോമഡേഷനാണ്. ഫുള്ളി ക്യാമറ കൺട്രോൾഡാണ്, സെക്യൂരിറ്റി ഉണ്ട്. ക്യാൻറ്റീൻ ഫെസിലിറ്റി തന്നെ ഇങ്ങോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വന്നോട്ടോ നല്ല മനോഹരമായിട്ടുള്ള വർക്ക് ഏരിയ ഉണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ജിഞ്ചർ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്തുള്ള കാണുന്ന പോലത്തെ വളരെ ക്യൂട്ടായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള. പിന്നെ ഒരു പ്ലേ ഏരിയ, ചെറിയ പ്ലേ ഏരിയാസ് ഉണ്ട്. പിന്നെ വൈഫൈ എല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഫ്രീ വൈഫൈ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന 2ാമത്തെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സൈഡിൽ കൂടെ വരാം. ഈ സൈഡിലുള്ള റിസപ്ഷൻ താണ്ട ഈ ഒരു ഏരിയയാണ്. നമ്മൾക്ക് നല്ല ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, ലോക്കർ റൂമുണ്ട്. ഇതാണ് ഈ സൈഡിലെ നിന്ന് മെട്രോയുടെ വഴിയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ്. നമുക്ക് ഇതിനകത്ത് കൂടെ നേരെ അങ്ങ് ഡൽഹി മെട്രോയുടെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോകാനും പറ്റും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ മെട്രോയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൂം എടുത്ത് ഇവിടെ തന്നെ നേരെ താമസിക്കാനും സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, എയർപോർട്ടിൽ നിന്ന് ഡൽഹി മെട്രോ വരുന്നുണ്ട്. ആ മെട്രോയിൽ കയറി നേരെ ഇവിടെ വന്ന് താമസിക്കാം. ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ മെനു. നമ്മളൊരു നൂഡിൽസ് കഴിച്ചു. വലിയ റേറ്റൊന്നുമില്ല, നോർമലായിട്ടുള്ള റേറ്റാണ് മേടിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ അകത്തോട്ട് കയറി പോകാം. ഡൽഹിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ റൂം എടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കുക, അത്യാവശ്യം കൊള്ളാവും. തല്ലിപ്പള്ളി ലോഡ്ജുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ കാശ്മീർ കഴിഞ്ഞ നാളത്തെ യാത്രയ്ക്ക് പോയപ്പോൾ ഇത് വളരെ മോശം റൂമൊക്കെ ആയിരുന്നു കിട്ടിയത്. ഇത് പോഡ് ഹോട്ടൽ. ഇതിൻ്റെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 മണിക്കൂറിന് 399 രൂപ, പിന്നെ 499 രൂപ, പിന്നെ 2000 രൂപയ്ക്ക് റൂമും. അത് രണ്ടും ഡോർമെറ്ററി ആയിരുന്നു. റൂമാണെങ്കിൽ 2000 രൂപ. അങ്ങനെ നമുക്ക് കിട്ടിയ റൂമിലേക്ക് വന്നു. റൂമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നിർത്താം. ഇതാണ് റൂം. 112 നമ്പർ റൂമാണ് നമുക്ക് തന്നത്. ആ കാർഡ് ഇൻസേർട്ട് ചെയ്തു. നമുക്കൊരു ഡബിൾ ബെഡ്, TV ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ നേരത്തേക്കാണ് എടുത്തത്. നമുക്കൊരു വെയിറ്റിംഗ് ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായ കാര്യം വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ
നിങ്ങൾ ഈ ഫെസിലിറ്റി ഉപയോഗിക്കുക. ഉണ്ട് AC ഉണ്ട്, സെൻട്രലൈസ്ഡ് കൺട്രോളിങ് യൂണിറ്റൊക്കെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ദെൻ ബാത്റൂം കൂടെ കാണിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് റൂമിൻ്റെ കാഴ്ച. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റൂമാണ്, നല്ല ബാത്റൂമാണ്. പിന്നെ ടവലെല്ലാം ഉണ്ട്, ഷവർ ജെല്ലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നിങ്ങൾ യാത്ര വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഓപ്ഷനാണ് ഡൽഹി അജ്മീർ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു മെട്രോയുടെ സ്റ്റേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.